പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. MR Enlights എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോയാണ്. യൂട്യൂബ് വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, പൊതുസമൂഹത്തിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളേറെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി വാർത്തകളുണ്ട്. പലപ്പോഴും നിയമം നോക്കുകുത്തിയായി പോകുന്ന, അല്ലെങ്കിൽ നിയമം ഒരു തമാശയായിട്ട് മാറുന്ന, നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത പല വിഷയങ്ങളും. അപ്പോൾ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടും പുറത്ത് കടന്നുകൊണ്ടുമൊക്കെ ഞാൻ അതിനെപ്പറ്റി നടത്തുന്ന ഒരു അനാലിസിസാണ്. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടാകാം. എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ വരണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്ന് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ നടന്ന ആ ഒരു കസ്റ്റോഡിയൽ ഡെത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, 2024 വയനാട് ജില്ലയിൽ നടന്ന ആ ഉരുൾപൊട്ടൽ ഒരുപക്ഷെ ആ ജില്ലയെ അങ്ങനെ തന്നെ തകർത്ത് കളഞ്ഞൊരു സംഭവമാണ്. നമ്മളെല്ലാവരും അതിനെ വയനാട് ജില്ലയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പ്രാർത്ഥിച്ച് പണിയെടുത്ത ആൾക്കാരൊക്കെ തന്നെ. പക്ഷേ അതിനുശേഷവും വയനാട് ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ടായിട്ടുള്ള പല കുപ്രസിദ്ധ സംഭവങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതെല്ലാം ഒന്നും ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയങ്ങളല്ല. അതിനിടെ ഇപ്പോൾ വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ഈ ആഴ്ച ചൊവ്വാഴ്ച രാവിലെ നടന്ന നമ്മളെല്ലാവരെയും വീണ്ടും ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ആ ഒരു കസ്റ്റോഡിയൽ ഡെത്ത്. ഒരു കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ കൊണ്ടുവന്നൊരു ആറ്റം ബോംബ് ഇടുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ വിഷയം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്താണോ സംഭവിക്കരുത്, ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നത്, അത് പോലീസാണെന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും സർക്കാരാണെന്നുണ്ടെങ്കിലും പൊതുസമൂഹമാണെന്നുണ്ടെങ്കിലും എന്താണോ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നത് അത് തന്നെ നടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. സത്യത്തിൽ പത്രവാർത്തകളിൽ നിന്നും മീഡിയ റിപ്പോർട്ടുകളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അതുമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കിട്ടിയ വാർത്തകൾ ഞാനിത് ഒരു ചർച്ചയാക്കാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, കിട്ടിയ വിഷയങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും അത് ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ചില മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു എന്ന തോന്നൽ എനിക്ക് ഉളവായതുകൊണ്ടാണ്. ആ വിഷയത്തിലേക്ക് വന്നാൽ ജസ്റ്റ് അത് മാത്രമൊന്ന് നമ്മളൊന്ന് ചെകഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മാതാപിതാക്കൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കുന്നു. ആ കേസിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ അവിടുത്തുകാരനായിട്ടുള്ളൊരു യുവാവിൻ്റെ കൂടെ ഈ കുട്ടി പോയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ട്രേസ് ചെയ്യുന്നു, നേരെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. തിങ്കളാഴ്ച രാത്രിയോടുകൂടി സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. രാത്രി ആ പെൺകുട്ടിയെ മറ്റൊരു ഷെൽട്ടറിലേക്ക് മാറ്റുന്നു. സ്റ്റേഷനിൽ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ, പെൺകുട്ടി ആയതുകൊണ്ട്. പക്ഷെ ആ യുവാവിനെ അവിടെ തന്നെ ഹോൾഡ് ചെയ്യുന്നു. എൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഇതിലേക്ക് പോക്സോ കേസ് എടുക്കേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതുണ്ടോ എന്ന് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കേസ് എടുത്തിട്ടില്ല എന്നാണ്. കേസില്ലാതെ തന്നെ ആളെ അവിടെ താമസിപ്പിക്കുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ ആ യുവാവ് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു പാറാവുകാരൻ പോലീസുകാരനുണ്ടാകും. അയാൾ ഒരുമിച്ച് ബാത്റൂമിലേക്ക് പോകുന്നു. അയാൾ ബാത്റൂമിന് പുറത്ത് നിൽക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഈ യുവാവിനെ കാണാണ്ടായി കഴിഞ്ഞപ്പോൾ വിളിക്കുന്നു, ഒച്ച കേൾക്കുന്നില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഷർട്ടിൽ തൂങ്ങി മരണപ്പെട്ട നിലയിൽ കാണുന്നു. ഇതാണ് നമുക്ക് പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്ത. അപ്പൊ ഇതിന്റെ ചുവട് പിടിച്ച് മറ്റു വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇയാളെക്കുറിച്ച് ഈ യുവാവിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് പോലീസ് പറയുന്നുണ്ട്, അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പുറംലോകം കാണൂല. ഇതാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രക്ഷോഭത്തിലുടനീളം പോലീസിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആശയം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ യുവാവിനെ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചതായിട്ട് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിഞ്ഞു, ഈ യുവാവിന് 18 വയസ്സ് പൂർത്തിയായിട്ടില്ലാത്തത്. ഇനി 2 മാസവും കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഗുരുതരമായൊരു ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. സ്റ്റേഷനിൽ ഹോൾഡ് ചെയ്തു. രാത്രി കാലങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത, അതായത് 18 വയസ്സ് പൂർത്തിയാകാത്ത ആരെയും സ്റ്റേഷനിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല, നിർത്താൻ പാടില്ല. മറ്റൊന്ന്, ഇതിനൊരു പോക്സോ കേസ് ഉണ്ടോ ഇല്ലയോ എന്ന അന്വേഷണത്തിലായിരുന്നു അത്ര. ഏറ്റവും അവസാനം പറഞ്ഞ, അതായത് 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരാളെ നമ്മൾ സ്റ്റേഷനിൽ താമസിപ്പിച്ചു എന്ന ഒരു ഗുരുതരമായ ഒരു കുറ്റാരോപണം വരുമ്പോൾ നമുക്കറിയില്ലല്ലോ 18 വയസ്സായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അതാണ് പോലീസിന് പറയാൻ കഴിയുന്ന ഒരു ന്യായം. പക്ഷേ ആ ന്യായം കഴിഞ്ഞ 2024 ഡിസംബർ വരെ നിലനിൽക്കൂ. കാരണം
അതിനെക്കുറിച്ച് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. 2024 ഡിസംബറിൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാനമായ ഒരു ഗൈഡ് ലൈൻസ് പോലീസിന് വന്നിട്ടുണ്ട്. അതായത് 2004 നടന്നൊരു കൊലപാതകമായിട്ട്, പാലക്കാട് നടന്നൊരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് 2 ജ്യേഷ്ഠന്മാരെ രണ്ടുപേരെ കോടതി ശിക്ഷിച്ചിരുന്നു. 2016 ആ വിധി വരുന്നത്. 2 പേരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പക്ഷെ ഈ 2 പേർക്കും 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഈ സത്യം പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിലും മനസ്സിലായില്ല, കോടതിക്കും ക്ലിയർ ആയില്ല. ഒരുപക്ഷെ 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്ന് കണ്ടിരുന്നെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന മാക്സിമം പണിഷ്മെന്റ് 3 വർഷം. പക്ഷെ അവർ 3 വർഷത്തിലേറെ കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. നിയമത്തിന്റെ ചില മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാണ്. അവരും അത് റേസ് ചെയ്തില്ല, പോലീസിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇത് തിരുത്തേണ്ടതാണെന്ന് കണ്ട ഹൈക്കോടതി സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് പോലീസിന് കൊടുത്തിരിക്കുക. എന്ന് വെച്ചാൽ ഇനി ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും അയാളുടെ അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ് കൃത്യമായിട്ടും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാകണം. അതിന് പ്രധാനപ്പെട്ട അഡ്രസ് പ്രൂഫായിട്ട് കോടതി പറഞ്ഞിട്ടുള്ളത് ആധാർ കാർഡ് എടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, ഇലക്ട്രൽ ID എടുക്കാം, അങ്ങനെ റേഷൻ കാർഡ് വരെ അതിനുവേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം കോടതിയിൽ ഈ ആളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേണം ഇതിൻ്റെ ഒരു കോപ്പി ആ റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ ഒരു റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ കോപ്പി കിട്ടിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ വിവരം റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എഴുതി കോടതിയെ അറിയിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല തുടർന്ന് തൊട്ട് പിന്നാലെ തങ്ങളൊരു എൻക്വയറി നടത്തുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി കിട്ടുന്നവർക്ക് കോടതിയിൽ ഹാജരാക്കാമെന്നും പറഞ്ഞിട്ടുണ്ടാണ്. ഈ അറിവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ പലവട്ടം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് നമ്മൾ അവരുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് മേടിച്ച് കയ്യിൽ വെക്കുമായിരുന്നു. അത് നിർബന്ധമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായേനെ 18 വയസ്സ് പൂർത്തിയാകാത്തൊരു പയ്യനാണ് ഇവനെ കിട്ടിക്കഴിഞ്ഞാലും നമുക്കിവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, അവനെ ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഡിസ്പോസലിന് വേണ്ട നടപടികളിലേക്ക് എത്ര രാത്രിയാണെങ്കിലും പോലീസ് കടന്നിട്ടുണ്ടായേനെ. ഇനി രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കെതിരെ ഒരു പോക്സോ കേസ് എടുക്കാൻ പറ്റുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അത് അപ്പോഴും കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ FIR ഇവിടെ വീണിട്ടില്ലാതിരുന്നത്. ഒരുപക്ഷെ ഈ കുട്ടിയെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഈ കുട്ടിയെ കാണുവാനില്ല, ഈ കുട്ടി പോയിരിക്കുന്നത് ഈ യുവാവിനോടൊപ്പമാണ് എന്നറിഞ്ഞ സമയത്ത് തന്നെ പോലീസിന് FIR സെക്ഷൻ ഓൾട്ടർ ചെയ്യാൻ കഴിയുമായിരുന്നു. അതായത് കൂടുതൽ കുറ്റവകുപ്പുകൾ ചേർക്കാൻ കഴിയുമായിരുന്നു. അതിന് കൂടുതൽ ആലോചന ഒന്നും വേണ്ട. കാരണം 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പോലും അത് ലോഫുൾ ഗാർഡിയൻഷിപ്പ് എന്നുള്ളൊരു അബ്ഡക്ഷനാണ്, ഒരു തട്ടിക്കൊണ്ടുപോകലിന് തുല്യമാണ്. കാരണം 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരാൾ കൊടുക്കുന്ന കൺസെന്റിന് നിയമപരമായിട്ട് യാതൊരു വാലിഡിറ്റി ഇല്ല. അങ്ങനെ ഒരാളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയാണ്. അതോടൊപ്പം തന്നെ ഒരു പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ 11, 12 സെക്ഷനുകൾ പറയുന്നത് ഒരു പെൺകുട്ടി അവളുടെ സമ്മതമില്ലാതെ തന്നെ സമ്മതത്തോടുകൂടി തന്നെ മറ്റൊരാളോടൊപ്പം കഴിയാനിട വരുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ ആ പെൺകുട്ടിയായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നു, ബന്ധം സ്ഥാപിക്കുന്നു. ഇതൊക്കെ ഹരാസ്മെന്റിന്റെ പ്രൊവിഷനിൽ വരുന്ന പോക്സോ കേസും സ്വാഭാവികമായിട്ടും അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ ഒരു അനാലിസിസ് നടത്തുന്നതിൽ വന്ന ഒരു പാളിച്ചയുണ്ട്. ഞാൻ ഇവരെ കുറ്റം പറയല്ല. ഇനി ഈ ഇമാതിരി കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു മിസ്സിംഗ് കേസ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണമെന്നുള്ളത്. ഏറ്റവും അവസാനം ഞാൻ പറയട്ടെ, നമ്മൾ ചോദിക്കും ബാത്റൂമിൽ പോയ ചെറുക്കൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഈ പോലീസ് സ്റ്റേഷനകത്ത് നിറയെ CCTV എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടുകാർക്കും അറിയാം. നമ്മൾ എന്ത് പറഞ്ഞാലും കാണിച്ചാലും അതിനകത്ത് പിടിക്കും, ഇല്ലേ? പക്ഷെ ബാത്റൂമിൽ കൊണ്ടേ നമുക്ക് CCTV വെക്കാൻ പറ്റുമോ? അതൊരു പൗരൻ്റെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമായി പോകും. അപ്പോൾ നമുക്ക് അതവിടെ വെക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ബാത്റൂം തുറന്നിട്ടിട്ട് അവനോട് ഇരിക്കാൻ പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ബാത്റൂമിലേക്ക് കയറുന്ന ഒരാളോട് ഒരു 5 മിനിറ്റെങ്കിലും കഴിയാതെ കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ നമ്മളെങ്ങനെ അറിയും അകത്ത് കയറിയ ആള് ഹാങ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണെന്ന്? നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അയാളോട് സംസാരിച്ച് തന്നെ അവിടെ ഇരിക്കാൻ പറയേണ്ടി വരും. ഇതൊക്കെ പ്രാകൃതമായ മുറകളാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത്രക്കും ആ ആളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാനോ, ആ ആളെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യാനോ, ആ ആളുടെ മാനറിസങ്ങൾ, അയാളുടെ മൈൻഡ് സെറ്റ് ഏത് രീതിയിൽ നിൽക്കുന്നു, അയാൾ വന്നതിൽ നിന്നും അയാൾക്ക് വ്യത്യാസം, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നു. ഏതായാലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ പാളിച്ചകൾ കണ്ടെത്തുന്നതിനൊന്നും ഒരു വിഷമവും ഇല്ല. അതുണ്ടാകുന്നതിന് മുമ്പ് പറയാൻ നമുക്ക് കഴിയാറുമില്ല. ഇത് ഞാൻ പറയുന്നത് ആ പർട്ടിക്കുലർ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നേരത്തെ ഇതിനകത്ത് ഏറ്റവും വലിയ അപവാദമായിട്ട് പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ആക്ഷേപമായിട്ട് പറയുന്ന ഒരു കാര്യം, പോലീസ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്രേ
ഇവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പുറം ലോകം കാണില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ജനം പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കാലഘട്ടത്തിൽ ഒരു മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഭീഷണിപ്പെടുത്താറൊന്നുമില്ല നിലവിൽ. പക്ഷെ ചില പോലീസുകാരുടെ വായിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു പണ്ട് പാടിപ്പതിഞ്ഞൊരു ക്ലീഷേ ഡയലോഗാണ്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പറയാറുണ്ട്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു ഡയലോഗ് മാത്രമായിരുന്നു അത് സത്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷെ കൂടെ നിന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അതിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. പറഞ്ഞ ആൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോൾ അവർ പേടിച്ച് പെട്ടെന്ന് ആളവിടെ എത്തിക്കും, ഈ ഒരു കേസ് തീരും, പെൺകുട്ടിനെ കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ ഇത്രയും വിചാരിച്ചിട്ട് മാത്രം എല്ലായിടത്തും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗ് ആയിരിക്കും കിട്ടിയില്ലെങ്കിൽ കാണിച്ചു തരാമെന്നുള്ളത്. പക്ഷേ ആള് സംഭവം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ ഡയലോഗ് ഉണ്ടാക്കി ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിക്കണം. നമ്മളിനി എവിടെ ചെല്ലുമ്പോഴും എന്ത് പറയുമ്പോഴും നമ്മളൊന്ന് അലർട്ടാകേണ്ടതിൽ ശ്രദ്ധിക്കേണ്ട, ആവശ്യമുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അടിക്കാനുള്ള ഒരു വടി നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് വീഴില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ നമ്മൾ ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല. ഇത് ഞാൻ പത്രങ്ങളിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഒന്ന് അലർട്ടായിരിക്കേണ്ട ബാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അതുപോലെ ജനം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പോലീസുകാർ ഒരു മിസ്സിംഗ് കേസൊക്കെ അന്വേഷിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പണ്ട് കാലത്തിൽ നിന്ന് ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ടെക്നോളജി അത്രയും വികസിപ്പിച്ച് അതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ ചില കഷ്ടകാലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വയനാട് ജില്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് സ്റ്റേഷനിലും ഒക്കെ എപ്പോഴും പ്രശ്നങ്ങളാണ്. ചില വ്യവഹാരങ്ങൾ അങ്ങനെയാണ്, അതൊരു കറക്കം കറങ്ങി മൊത്തം കുറേ പേർക്ക് പണിയും കൊടുത്തിട്ടൊക്കെ പോരും. ഏതായാലും ഇത് അന്വേഷണം നടക്കുന്ന ഏജൻസിക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അന്വേഷിച്ച് ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ എടുക്കാനും അതല്ല എങ്കിൽ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.